പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം നമ്മുടെ താൽക്കാലികമായ ഒരു ജീവിത പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ച് കിട്ടുക മാത്രമാണെങ്കിൽ കുറച്ച് താമസം വരും. അങ്ങനെ ഒരു ടെമ്പററി റിലേഷൻ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉടമ്പടിയുടെ ഉദ്ദേശം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത പ്രശ്നത്തിന് ഒരു പരിഹാരം പെട്ടെന്ന് കാണുക. അങ്ങനെയാണല്ല ആൾക്കാർ സാക്ഷ്യം പറയുന്നത്, അതിൽ തെറ്റൊന്നുമില്ല, അത് നടക്കും. പക്ഷെ അതല്ല, അങ്ങനെ ഒരു ജീവിത പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുക മാത്രമാണ് ഉടമ്പടി എടുക്കുന്നവരുടെ ഉദ്ദേശമെങ്കിൽ ഉടമ്പടി ശരിക്കും താമസിക്കും, ഒരു സംശയമില്ല. ചില ആൾക്കാരുടെ ഉടമ്പടിയെങ്കിലും വളരെ താമസിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ താമസിക്കുന്നുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെടും, അത്രയും താമസിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ആദ്യമേ വന്നിരിക്കുന്ന ഒരു ചെറിയ, അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല, അവർക്ക് അറിയത്തില്ല കാര്യം. അതുകൊണ്ടാണ് ആ വിഷയം, ഇപ്പോൾ വസ്തു വിൽക്കുക, അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ വിസ പുതുക്കുക, ചിലർക്ക് അതുമാത്രമായിരിക്കും ഉടമ്പടിയുടെ ഉദ്ദേശം. അപ്പോൾ ശരിക്കും താമസിക്കും. അത് മാത്രമാണെങ്കിൽ നിങ്ങളെ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. കാരണം നാട്ടിൽ പ്രാർത്ഥിച്ചാലും മതി. കാര്യം അത് താമസിക്കും. എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഉടമ്പടിയിൽ നമ്മൾ ആരോടാണ് ഉടമ്പടി ചെയ്യണതെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. ആരോടാണ് ഉടമ്പടി ചെയ്യണത്? ഈശോയോടല്ല ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ട് തന്നെയുള്ളൊരു കുഴപ്പം, ഈശോയോട് നമുക്കൊരു ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. അതാണ് കുഴപ്പം. അത് മനസ്സിലായ? ഒരു താൽക്കാലിക ബന്ധം ഈശോയുമായിട്ട് സാധ്യമല്ല. അതിൻ്റെ കാരണം, എല്ലാ വചനത്തിനും രണ്ട് ബോഡിയുണ്ട്. എല്ലാ വചനങ്ങൾക്കും രണ്ട് ശരീരമുണ്ട്, രണ്ട് ജ്ഞാനമാർഗങ്ങളുണ്ട് എല്ലാ വചനങ്ങൾക്കും. ഒന്ന് അതിൻ്റെ ഇമ്മീഡിയറ്റ്, പിന്നെ അതിൻ്റെ ലാറ്ററൽ പാർട്ടും. എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു അറിവിൻ്റെ തലമുണ്ട്, അല്പം കഴിഞ്ഞ് മനസ്സിലാകുന്ന ഒരു ജ്ഞാനത്തിൻ്റെ തലമുണ്ട്. വചനത്തിന് രണ്ട് അറിവിൻ്റെ ആസ്വാദന അനുഭവ തലങ്ങളുണ്ട്. വചനത്തിന് രണ്ട് അനുഭവ തലങ്ങളുണ്ട്. ഒരു തലം നമുക്ക് പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസ് മുഖതാവിൽ പെട്ടെന്ന് മനസ്സിലാകുന്നൊരർത്ഥമുണ്ട്, അതാണ് അറിവിൻ്റെ തലം. കുറച്ച് കഴിഞ്ഞ് മനസ്സിലാകുന്ന ഒരർത്ഥമുണ്ട്, അതാണ് ജ്ഞാനത്തിൻ്റെ തല. ഈടുറ്റ വചന ഉപാസകരെ ജ്ഞാനതലത്തിന് കൂടി പ്രാധാന്യം കൊടുക്കും. അല്ലാതെ കാര്യമാത്ര പ്രസക്തർ ഇപ്പോഴുള്ള വിഷയത്തിനെ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ഇപ്പം ഈശോ പറഞ്ഞിട്ടില്ല, ഒരു വചനം പറഞ്ഞത്, ഞാൻ ഈ ചെയ്ത എന്താണെന്ന് ഇപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. അപ്പം മനസ്സിലാക്കേണ്ട രണ്ട് തലമുണ്ട്. ഇപ്പം മനസ്സിലാക്കണ കാര്യമുണ്ട്, പിന്നീട് മനസ്സിലാക്കണ കാര്യമുണ്ട്. അപ്പോൾ ഈ പിന്നീട് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഈ ആൾ ക്രിസ്തു
ജ്ഞാന ഉപാസകയായി ഇങ്ങനെ ക്രിസ്തുവിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഓൾറെഡി സഡൻ ഒരു ജോലിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കമന്നടിച്ച് വീണ് കിട്ടിയാൽ കിട്ടി പോയെന്നും പറഞ്ഞ് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പോകുന്നവരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ സമയം കൊടുക്കണ്ടേ? ഇതാണ് വിഷയം. ദൈവത്തിന് നിങ്ങളെ ഒന്ന് വിശ്വസിക്കാൻ ദൈവത്തിന് നിങ്ങൾ സമയം കൊടുക്കണം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം അല്ലെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം, ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കണം. അതിനെന്ത് ചെയ്യും? അതിൻ്റെ ലാറ്റർ പാർട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകുന്ന എന്ന് ഈശോ പറയുമ്പോൾ ഒരു കണ്ടിന്യൂ റിലേഷനാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു താൽക്കാലിക വീടില്ല, ജോലിയില്ല, വിവാഹമില്ല എന്നും പറഞ്ഞതുള്ള താൽക്കാലിക റിലേഷൻസ് ഈശോയുമായിട്ട് സാധ്യമല്ല. അത് ആണ് എൻ്റെ ഒരു ഗുഡൻസ്. നിങ്ങളൊരു കണ്ടിന്യൂ റിലേഷനെയാണ് ഈശോയുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചില നിലപാടുകൾ എടുക്കണം. എന്താണ്? ഞാൻ ഈ പറയുന്ന വിഷയം എനിക്ക് തന്നെ ഗുണമോ എനിക്ക് തന്നെ ദോഷമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഒന്നറിയാം, ഞാൻ ഈ വിഷയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കും. അതാണ് നമുക്കെടുക്കാവുന്നൊരു നിലപാട്. മനസ്സിലായില്ലേ? അത് ബുദ്ധിപൂർവമായൊരു നിലപാടാണ്. കാര്യം, കർത്താവുമായിട്ട് നമുക്കൊരു ടെമ്പററി റിലേഷൻസ് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ വിഷയം കിട്ടിയാലും എൻ്റെ ജപ്തി നടപടി ആണിപ്പോൾ എനിക്കുള്ളത്, അത് മാറിയാലും മാറിയില്ലേലും ഞാൻ നിന്നെ തന്നെ സേവിച്ച് നിൻ്റെ കൂടെ തന്നെ നിൽക്കും എന്ന് ഇപ്പം അച്ഛൻ പറഞ്ഞത് കൊണ്ടല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളതൊരു തീരുമാനമായിട്ടെടുക്കണം മനസ്സിൽ. അതിന് എന്താണ് അടിസ്ഥാനമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ജനകോടികളുടെ യേശു അനുഭവം തന്നെയാണ്. ഈശോനെ അനുഭവിച്ചിട്ടുള്ളവർ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുന്തോറും കുറച്ചുകൂടി റിലേഷൻസ് മധുരതരമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പെട്ടെന്ന് കിട്ടുന്ന വിഷയത്തിൽ ആസ്പദമാക്കിയിട്ട് ഇനി വേറെ ഒരു ജ്ഞാനം പറഞ്ഞു തരാനുള്ളത്, ഇപ്പം നിങ്ങൾ എടിപിടി എന്നും പറഞ്ഞൊരു വിഷയത്തിന് കർത്താവിൻ്റെ അടുത്ത് തിരുസന്നിധി വന്നു, ചിലപ്പോൾ അപ്പം തന്നെ അതിന് മറുപടി ഉണ്ടാവും. അത് അത്ര നല്ല കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ മറുപടി ഉണ്ടാകണത്. അതിൻ്റെ അപ്പം തന്നെ മറുപടി ഉണ്ടാകുന്ന ഒരു കാര്യം, ദൈവം നിന്നെ വിശ്വസിക്കണില്ല എന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. കാര്യം എന്താണ്? നിൻ്റെ ഈ വിഷയത്തിന് ഇപ്പം സമാധാനം തന്നില്ലെങ്കിൽ നീ 4 കാലം വീണ് ഓടുവെന്നും അടുത്ത ആഴ്ച നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാഞ്ഞു പോകുമെന്നും ദൈവത്തിന് അറിയാം. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ഒറ്റയടിക്ക് കർത്താവ് പടപടാന്ന് 1-2 അനുഗ്രഹങ്ങൾ അങ്ങോട്ട് തരും. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ചിലർക്ക് ദൈവം നേരത്തെ, ഇപ്പോൾ ഓളോടെ ഇവിടെ വരുന്നവരെല്ലാം ഫ്രഷ് ഹാൻഡ്സ് അല്ലല്ലോ. നേരത്തെ ദൈവമായിട്ട് കുറച്ച് അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണെങ്കിൽ, നേരത്തെ കർത്താവുമായിട്ട് കുറച്ച് അനുഭവ സമ്പത്തുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉടമ്പടി ഉടനടി പരിഹാരമാണ്, അതിന് മാറ്റമൊന്നുമില്ല. അത് നമ്മളെല്ലാ ദിവസവും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും എല്ലാവർക്കും ആ തൊപ്പി ചേരത്തില്ല. നേരത്തെ കർത്താവുമായിട്ടൊക്കെ കുറച്ച് ബന്ധവും അടുപ്പവും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു അനുഭവം നോക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ കർത്താവ് നീ നിൽക്ക്, നിന്നെ എനിക്കറിയാം, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം, നീ നിൽക്കെന്ന് പറയും. അപ്പോൾ ഒരു അനുഗ്രഹം ബ്ലോക്ക് ചെയ്യുകയോ താമസം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ നിൽക്കുക എന്നതിൻ്റെ അർത്ഥം. എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഈ ക്യാഷ് ആൻഡ് കൈൻഡിൻ്റെ മെറ്റീരിയൽ ബെനിഫിറ്റ്സിൻ്റെ അപ്പുറത്ത് നമ്മൾ തമ്മിലൊരു മെറ്റഫോറിക്കൽ ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. ഒരു വിഷയാതീതമായ ഒരു ആധ്യാത്മികതയുണ്ട്. വിഷയം താമസിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് വിഷയാതീതമായ ഒരു ആധ്യാത്മികതയിലേക്ക് കർത്താവ് അത് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.
ആദ്യമായി ഇവിടെ വരാനുണ്ടായ കാര്യം പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ല. ബേബിക്കുട്ടി തോമസ് എന്നാണ്. ഞാൻ ഹോളി ഫാമിലി ചർച്ച് വാനില ഇടവകയാണ്. താമസിക്കുന്നത് എറണാകുളത്താണ്. 26/4/25 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അതും നമ്മുടെ ഒരു ഭയങ്കര വിഷമ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ കഴിവിനപ്പുറത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത പോലെ അത്രയും വന്നപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന 5ാമത്തെ രഹസ്യം ചൊല്ലി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കൃപാസനം ഉള്ളപ്പോൾ എന്തിനാ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടത്തേക്ക് ഒരു ആകർഷണമാകാൻ പാടില്ലേ എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ ആരോ ചോദിച്ച പോലെ ഞാനോർത്ത് എനിക്ക് തോന്നിയതായിരിക്കും. ശരിയാണല്ലോ, കൃപാസനം ഞാൻ കേട്ടിട്ടുണ്ട്, ആലപ്പുഴയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ വരാൻ സാധിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയും, കർത്താവ് ആകർഷിക്കാതെ ആരും എൻ്റെ പിതാവിൻ്റെ പക്കൽ എത്തുകയില്ലെന്ന് പറഞ്ഞതുപോലത്തെ ഒരു വലിയായിരുന്നു. ദൈവമേ, നേരെ ഒന്ന് വെളുത്താൽ മതി എന്നുള്ള മട്ടിലായിരുന്നു. 7 മണിയായപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് പോയത്. അതിനെക്കുറിച്ച് ക്ലാസ് കേട്ടിട്ട് പിന്നെയും മനസ്സിലാകാത്ത കാരണം വീണ്ടും ചോദിച്ച് ഞാൻ ആ പറഞ്ഞതെല്ലാം എഴുതി വെച്ച് വായിച്ചിട്ട് എപ്പോഴും ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ നമുക്കറിയത്തില്ല. ഈശോയുടെ അടുക്ക് കരുണക്കൊന്ത ചൊല്ലും, ജപമാല ചൊല്ലുമെങ്കിലും ചോദിക്കാനെല്ലാം പേടിയായിരുന്നു. ദാനമായിട്ടിരിക്കെ എന്തിനാണ് ചോദിക്കുന്നത്, നമുക്ക് ചോദിക്കാൻ അർഹതയില്ലെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാതെ ഒരിക്കലും കിട്ടത്തില്ല. ആ ഒരു കൽഭരണിയുമായിട്ടാണ് ശരിക്കും അമ്മ ഈ 6 കൽഭരണി കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ദൈവമേ ഇത്രയും സ്പേസ് ഉള്ള ഒരു സ്ഥലം ഇട്ടിട്ട് നമ്മളൊക്കെ എങ്ങോട്ടാണ് ഓടിപ്പോയെന്ന്. ഞാൻ എൻ്റെ ഒരു ഇതിൽ എല്ലാത്തിലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു, ആർക്കൊക്കെ എന്തൊക്കെ ലഭിച്ചിട്ടില്ല എന്നും ഈ 6 കാര്യം നിയോഗം ഒന്നും അല്ലാതെ ഇവിടെ വന്ന് ഇപ്പം ഇവിടെ 2ാം പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവിടെ ഒന്ന് വരിക എന്ന് അവിടെ കാല് കുത്തിയപ്പോൾ തന്നെ മേല് എന്തോ കുളിര് കോരുന്ന അനുഭവം പോലെ വരികയും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മനെ കണ്ടപ്പോൾ എന്താ എന്നെ വരാൻ താമസമെന്നോ എന്തൊക്കെ എന്നോട് ചോദിക്കുന്നുമല്ലോ. അപ്പോൾ ഞാൻ അറിയത്തില്ലായിരുന്നു അമ്മ. ഇനി ഞാൻ ഒരിക്കലും ഇപ്പം ഞാൻ സാക്ഷിയായിട്ട് പറയുകയാണ്, അന്ന് ഈ കാശ് രൂപം ഞാൻ എൻ്റെ കഴുത്തിലിട്ട് 26/4/25 ഇനി എനിക്ക് കിട്ടിയ അനുഭവം കൂടി പറയണമല്ലോ, എപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിയോഗമൊക്കെ എഴുതി ഇവിടെ അനുഭവം എഴുതി 6 എഴുതുമ്പം അന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ എഴുതി. ഏറ്റവും അവസാനം 5ാമത്തെ എഴുതിയപ്പോഴവിടുത്തെ ദൈവമേ ഇവിടെ ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ പാലിക്കാനുള്ള അനുഗ്രഹം ചോദിച്ചില്ല. അത് നമ്മുടെ കഴിവിനപ്പുറമാണെന്ന് എനിക്കറിയാം. കുർബാന മുടങ്ങിപ്പോവും, ചിലപ്പോൾ ജപമാല മുടങ്ങിപ്പോയെങ്കിലൊക്കെ നമ്മൾ അതും കൂടെ എഴുതണമെന്ന് അങ്ങനെ വിചാരിച്ചു. പോയി 3 മാസം വരെ ഒരിക്കലും ഞാൻ പറയാം ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല എന്നുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ 5:30 എന്നൊരു മണിയുണ്ടെങ്കിൽ 5 അല്ലെങ്കിൽ ചിലപ്പോൾ 5:15 എണ്ണീറ്റാലും ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ ഒരു കട്ടൻ കാപ്പി കുടിക്കത്തുള്ളൂ. ഈശോയ്ക്ക് ആദ്യമേ കാപ്പി കൊടുത്തിട്ട് ഞാൻ കുടിക്കാറുള്ളൂ. ഞാൻ ഈശോയോട് എപ്പോഴും പറയും, ഇതൊരു ക്ലാസ്സാണ്. ശരിക്കും സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലും ഊട്ടിയിലും ഒക്കെ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞ പോലെ അച്ഛൻ ദൈവത്താൽ ആകർഷിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതൊന്നും ഇവിടുത്തെ ഒന്നും അല്ലാതെ നമ്മളിങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു സ്കൂൾ ഓഫ് ഇതുണ്ട് ഇവിടെ. എത്രയോ പേര് പറയുന്നു 5:30 മുട്ടുകുത്തുന്ന കാര്യങ്ങളും. ഒത്തിരി പേരെ ഞാൻ ഉടമ്പടിയിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്, പൈസ കൊണ്ടും അല്ലാതെയൊക്കെ. ഞാൻ പറയുന്നു ഇതൊരു സ്കൂൾ ഓഫ് എനർജിയാണ്. അച്ഛൻ ഓരോ പ്രാവശ്യം പറയും, ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഞാനങ്ങ് എന്താ ഇതായിപ്പോയി. ഈ ഡെയിലി രാവിലത്തെ ആ പ്രാർത്ഥന കേട്ടിട്ട് അപ്പൻ ജോലിക്ക് പോകുമ്പോൾ അമ്മയും മക്കളും വൈകുന്നേരം എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നത് പോലെ ആണ് ഈ മക്കൾ എൻ്റെ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നത് ഈശോയെന്ന്. ശരിക്കും ഒരമ്മ പ്രാർത്ഥിക്കുന്നതാണ്, ഒരച്ഛൻ പ്രാർത്ഥിക്കുന്നതല്ല. നമ്മൾ പറയില്ലേ മോനെ നന്നാവും ഞാൻ കരഞ്ഞുകൊണ്ട് ഈ 5 ദിവസം വിശ്വാസത്തിൻ്റെയാണ് അച്ഛൻ പറഞ്ഞു തന്നത്. ഓരോ പടി പറയുമ്പോഴും ഓർക്കും അവിടം വരെ എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു സ്റ്റെപ്പ് കയറാൻ അനുവദിക്കട്ടെ എന്ന്.
അങ്ങനെ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ എല്ലാവരോടും നമ്മൾ വാക്കുകൊണ്ടൊന്ന് പറയാനെങ്കിലും ബാധ്യസ്ഥരായിരിക്കണം. ചങ്ക് പൊട്ടിയാണ് ഇവിടുത്തെ ആൾക്കാരും മധ്യസ്ഥ പ്രവർത്തകരും അതുപോലെ അച്ഛനൊക്കെ ഞാൻ വന്ന് ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഈശോ എന്താണ് ഈ അച്ഛനെ ഒന്ന് വിശുദ്ധനാക്കി കേൾക്കുന്നതെന്ന്. സത്യം പറയുക, എന്താണ് അതിൽ കളയാനുള്ളതെന്ന് ഞാൻ ഓർക്കും. ചിലതെടുക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഒന്നും കളയാനില്ലെന്ന് പറഞ്ഞ പോലെ ധ്യാനം കേട്ടിട്ട് രണ്ടാമത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വിട്ടുപോയായിരുന്നു. അത്രയും ആഴത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുവാണ്. ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ആ വാഗ്ദാനം സത്യം പറഞ്ഞ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഇവിടെ സാക്ഷീകരിക്കപ്പെടുകയാണ്. എൻ്റെ മക്കളൊന്നും നഷ്ടപ്പെട്ടു പോകല്ലേ. ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഒന്നും അല്ലല്ലോ അച്ഛൻ പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നതും അമ്മയെ കണ്ട ഞാൻ പറയുന്നു നിങ്ങൾക്കും അമ്മയെ കാണാം. എത്രയോ പേര് കണ്ടവർ പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട. എത്രയോ പേര്, ഞാൻ എൻ്റെ സാക്ഷിയൊന്ന് പറയുവാണ്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച നിയോഗം എഴുതിയ അനുഭവം പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഇത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു, ഈശോ ഇവിടെ വന്നതിൽ പള്ളി ചെന്നാലും ഏറ്റവും വലിയ പാവിയും ഏറ്റവും പൊട്ടത്തിയും ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്. ഓരോരുത്തരിൽ എന്തെല്ലാം കഴിവുകളുണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മളെവിടെയോ ഒന്നും ആയിട്ടില്ല. അപ്പം ആ പുറത്ത് നിൽക്കുന്ന യോഗ്യതയില്ലാത്ത നമ്മളെ വരിച്ച് ആഗ്രഹം മൂലമാണ് ഈശോയെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയത്തില്ലേ, ബട്ട് നമ്മുടെ ഗ്രേസിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ കൈ പൊക്കി കഴിഞ്ഞാൽ വെടിവെക്കുമോ? അപ്പോൾ അതുപോലെ ഓർത്താൽ മതി, എൻ്റെ ഈശോ എൻ്റെ കഴിവുകളെല്ലാം തീർന്നു, എൻ്റെ അമ്മ ഈശോയോട് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലഭിച്ചതാണ് ഞാൻ പറയുന്നത്. കണ്ണിൻ്റെ 2 വശത്തും നിറയെ കുരുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു ഈ ഐ ഗ്ലാസ് വയ്ക്കുന്നതിൻ്റെ അലർജിയാണെന്നൊക്കെ. അപ്പോൾ ഞാനും ഓർത്താ ഇനി അതാണെങ്കിൽ ഇനി എന്തേലും ആട്ടെ, ഇങ്ങനെ പതുക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനോർത്ത് ദൈവമേ വിശുദ്ധ തൈലം കയ്യിലിരുന്നിട്ടാണോ ഞാനിത് ചെയ്യാതിരുന്നതെന്ന് ഓർത്ത് അന്ന് തൊട്ട് പുരട്ടും. ചില ദിവസം ചിലപ്പോൾ മറന്നു പോകും. നെറ്റിയെ കുരിശ് വരച്ചാൽ അപ്പം തന്നെ 2 കൈ കൊണ്ട് ഇവിടെ വരച്ചിട്ട് പറയും ഇതെനിക്ക് സാക്ഷ്യമാക്കി തരുമല്ലോ എന്ന്. പിന്നെ ഞാൻ മറന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ കഴിയും. കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അതവിടെ കണ്ടില്ല. അമ്മ അത് പെറുക്കിക്കളഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വിശുദ്ധ തൈലത്തിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ കൃപാസനത്തിൻ്റെ ഉപ്പിൻ്റെ അനുഗ്രഹം ഒത്തിരി പേര് സാക്ഷ്യത്തിലൊക്കെ കേൾക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്. ഞങ്ങളുടെ 7 വർഷമായിട്ട് പാർട്ടീഷൻ ശരിയാവാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ വന്ന് ഏറ്റവും തൊട്ടടുത്ത് വരും, അത് മാറിപ്പോവും. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം എല്ലാവരും കൂടെ കൂടുന്നു, സീരിയസ് ആയിട്ടുള്ളൊരു ടോക്കാണ്. അതിന് മുകളിലേക്ക് അധികാരികളൊക്കെ ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇപ്പം ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഉപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ആ സ്റ്റെപ്പ് ഞങ്ങളുടെ ആ ഓഫീസിലേക്ക് കയറുന്ന അവിടം തൊട്ട് സ്റ്റെപ്പിൽ ഞാൻ ഇടിച്ചിട്ട് മാനേജർ ഇരിക്കുന്ന റൂമിൽ വരെ വിളിച്ചിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയും അമ്മ ഇതുവഴി ചവിട്ടി പോകുന്നത് പോലെ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന നിങ്ങൾ 2 പേരും 12 സ്ലീഹന്മാർ ഉൾപ്പെടെയുള്ളവരെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 14+ ഞാനൊന്ന് 15 ബാക്കി കല്യാണത്തിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവർ പറയണം ഇതുപോലെ ഒരു വീഞ്ഞ് രുചിച്ച് നോക്കിയിട്ടില്ലെന്ന്. ഇതാ അമ്മ എൻ്റെ സാക്ഷിയെന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോയി. ആരും ഈ ഉപ്പ ചവിട്ടാതെ മോളി വരരുതെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. 100 വിശ്വാസപ്രമാണം കഴിവതും എല്ലാ ദിവസവും തന്നെ ചെല്ലാതുണ്ട്. ചിലപ്പോൾ എങ്ങനെ മുടങ്ങിപ്പോയിട്ട് 325 നന്മഞ്ഞറിയുമ്പോൾ ചെല്ലും. അപ്പോൾ ആരെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല, പണ്ട് അത്രയും സമയമില്ലായിരുന്നു, ആർക്കെങ്കിലും ഇന്ന് കൊന്ത ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തരും ഇങ്ങനെ നമുക്കൊന്നും നികത്തി ഒരമ്മ പാത്രത്തിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഞാൻ പറയുന്നു, ഇഡലിയുടെ മാവ് ഒഴിക്കുന്ന പോലെ ഞാൻ ഒഴിക്കുന്നത്. എവിടെയെങ്കിലും അൺഫില്ലാണെങ്കിൽ മാതാവേ ഒന്ന് ഫില്ല് ചെയ്തേക്കണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 7 വർഷം കിടന്നത് 4.5 മണിക്കൂറിനുള്ളിൽ സംസാരിച്ച് ഞങ്ങളവിടെ എഗ്രിമെൻറ്റിന് ഒപ്പിട്ടെന്നുള്ളതാണ്. പിന്നെ അടുത്ത ഇതിൽ പറയുന്നത് ഈ കൃപാസനത്തിൻ്റെ ഈ കാശുരൂപം കിട്ടിയപ്പോൾ ബാഗിലിട്ടുകൊണ്ട് ഞാനോർത്ത് എൻ്റെ ദൈവമേ എങ്ങനെയെങ്ങാനും പോയെങ്കിൽ എന്തെടുക്കും, ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് ഒന്ന് സൂക്ഷിക്കാൻ നല്ലൊരു സ്ഥലം കാണിച്ചു തരണേന്ന് ഞാനിങ്ങനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അയ്യോ എനിക്കത് ഭയങ്കര സന്തോഷമായി, കഴുത്തിലിട്ടാൽ മതിയില്ല, അപ്പോൾ എൻ്റെ 24 hours എൻ്റെ കൂട്ടത്തിൽ കാണുമല്ലോ.
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ആയതുകൊണ്ട് അത് ഇച്ചിരി അകന്നപ്പോൾ എനിക്കൊരു പേടി, എങ്ങനെ അച്ഛൻ പറഞ്ഞില്ല മിസ്സായി പോകാൻ പാടില്ല, കളറ് പോയാൽ മാത്രമേ മാറ്റി തരുള്ളൂ. അപ്പോൾ എന്താ ഇതെന്ന് പറയുന്നത്, എന്താ നമ്മൾ തന്നെയാണെന്നുള്ള മട്ടിലാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. കുളിക്കാൻ പോകുമ്പോൾ ഊരി വെക്കാൻ പോലും പേടിയാണ്, അമ്മയില്ലാതെ എങ്ങനെ അത്രയും നേരമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഈ അലൂമിനിയം മാറ്റി ഒന്ന് സ്വർണ്ണമാക്കി തരാമോ, അങ്ങനെയാണെങ്കിൽ പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യം ഞാനത് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞാൻ അത്ഭുതം പറയുവാണ്. ഞാൻ വിചാരിക്കാത്ത ആൾ തന്നെ, അതത് തരുമെന്ന് വിചാരിക്കാത്ത ആളാണ് അതിടാൻ അതിൻ്റെ മാലയും അതേ കൂട്ടിയുള്ള ഇതും. ഞാൻ അമ്മയോട് ചോദിച്ചു, സത്യം തന്നെയാണോ, എനിക്ക് തന്നെയാണോ ഇത്? അന്നേരം അമ്മ പറഞ്ഞ്, ചോദിച്ചതെന്നാ, എന്നെ കൊണ്ട് നടക്കാൻ ഒരു പേടകമല്ലേ, അത് ഫുള്ള് സ്വർണത്തിൻ്റെ ആയിക്കോട്ടെ എന്നൊന്ന് ആലോചിച്ച്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ സാധനം ഊരി വെച്ചിട്ടില്ല, കൂടെ കൊണ്ട് നടക്കുക. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും ഉടനെ എടുത്ത് മുത്തിയിട്ട് പറയും, ഞാനിപ്പോൾ എവിടെ വെച്ച് ഇപ്പോൾ പള്ളിയിൽ വചനം വായിക്കാനൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, ഇതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പറ്റുന്നതല്ലായിരുന്നു, എനിക്ക് അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഇതൊന്നും യോഗ്യതയൊന്നും നമുക്കില്ല. അപ്പോൾ അതെന്നെ കൊണ്ട് സാധിപ്പിച്ചു. പിന്നെ POC പോയി ക്ലാസ്സിന് പോയി 2 വർഷത്തെ കോഴ്സ് പഠിക്കാൻ പറ്റി, വിറ്റ്നസ് ഓഫ് മേഴ്സി. അവിടെ എല്ലാ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇതൊക്കെ ആയിട്ടുള്ള സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. മാതാവ് അവിടെ 92% മാർക്കോട് കൂടി മാമോദീസ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടേ വായിച്ചിട്ടുണ്ടെന്നൊക്കെ അല്ലാതെ അതിൻ്റെ ആഴം മനസ്സിലാക്കുക, ഓരോ കൂദാശയുടെ ആഴം മനസ്സിലാക്കാനും പഠിക്കാനും ഇന്നത് പഠിപ്പിക്കാനും ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഒന്നും അറിയാത്തവരെ കൊണ്ടുപോയി എവിടെയൊക്കെ വലിച്ചടിപ്പിച്ച് കിടക്കുന്നതിനെല്ലാം ചേർത്ത് വെച്ച് മുത്തും മാലയാക്കി തന്ന് കൊളുത്ത് വെച്ച് തരുന്ന ഒരമ്മ നമുക്ക് കാവലുണ്ട്. പിന്നെ അടുത്ത ഒരു സാക്ഷ്യത്തിൽ ഇത് കിട്ടിയ അനുഗ്രഹം, കടബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ. അപ്പം കുറേ പണയം എടുക്കാനായിട്ട് ഒക്കെ സാധിച്ചു. അതുപോലെ 4.5 ലക്ഷം രൂപയോളം എൻ്റെ ഒരു കസിൻ ചേച്ചിക്ക് ഞാനിങ്ങനെ, അവർ ചോദിക്കുകയൊന്നുമില്ല, എന്നാൽ എനിക്കറിയാലോ അത് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പറഞ്ഞു 450 നന്മ പറഞ്ഞറിയുമ്പോൾ ചെല്ലിയ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. 450 നന്മ പറഞ്ഞറിയുമ്പോൾ ആയില്ല, 310 ആയപ്പോഴത്തേക്കും പേര് ഞാൻ പറയുന്നില്ല, വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഞാൻ എന്നോട് പ്രാർത്ഥിച്ചാണ് വിസയൊക്കെ ശരിയായി. അപ്പം ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ വെച്ച് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെ ആർക്കും അല്ല, അത് ഞാൻ ചേച്ചിക്ക് അയച്ചു തരുവാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അത് ഉടനെ തിരിച്ചും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഉള്ള സമയത്ത് തിരിച്ചു തന്നാൽ മതി, എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങനെ ആ കടബാധ്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. പിന്നെ പ്രവർത്തനത്തിൻ്റെ ഇത് പറയുമ്പോൾ പറയുന്നത്, ഞങ്ങൾക്കൊരു 2 കാറുണ്ടായിരുന്നു. അതിലൊരു കാറ് ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവിൻ്റെ വാഹനമായിട്ട് പോകുന്നിടത്തെല്ലാം കൊണ്ട് എന്താ ചെയ്യണ്ടേ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ട്രസ്റ്റിലേക്ക് വേണ്ടി അച്ഛന്മാരൊക്കെ പോകുന്ന ടാക്സി പിടിച്ചായിരുന്നു. അതുങ്ങൾക്ക് അങ്ങനെ അത്ര പൈസയൊന്നും ഉള്ള ഒരു ഇതല്ല. അപ്പോൾ അതിൽ ആ ട്രസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ അതുപോലെ എല്ലാ ഞങ്ങളുടെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർക്കൊക്കെ ഒത്തിരി ഗൾഫിലുള്ളവർക്കൊക്കെ കുറേ ഡ്രസ്സൊക്കെ അവരുടെ നല്ല നല്ല ഡ്രസ്സ്, അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് മേടിച്ചിട്ട് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. IELTS ജർമ്മൻ കോഴ്സ് പാസ്പോർട്ട് ഇല്ലാത്തവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് അതിനുവേണ്ടി പോവുക, പ്രാർത്ഥിക്കണമെന്ന്. പൈസയുടെ കാര്യം നോക്കാൻ പോകുന്നേ ഉള്ളെന്ന് പറയും. എവിടുന്നോ എൻ്റെ മനസ്സിൽ. അപ്പോൾ നമുക്കിപ്പോൾ വലിയ അത്യാവശ്യമില്ലാത്ത എന്തെങ്കിലും കാണിച്ചു തരും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള മക്കളെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സഹായിക്കുന്ന, അവർക്ക് കൊടുക്കുന്നത് ഒരു ജീവിതമാണ്, അല്ലാതെ ഒരു സാരിയോ ബ്ലൗസോ അല്ല. ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു. അങ്ങനെ ഓർത്ത് പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് 450 രൂപയൊക്കെ പണ്ട് പറയുന്നത്, ഇപ്പോൾ പൈസയൊക്കെ അങ്ങ് ഒത്തിരി മാറി. അപ്പം പറയും ധൈര്യമായിട്ട് പോകും, പാസ്പോർട്ടിൻ്റെ എല്ലാം ശരിയായി കഴിയുമ്പോൾ വിളിക്കുക, എങ്ങനെയെങ്കിലും ഈശോ എനിക്കത് തരുന്നതാണ്, എൻ്റെ കയ്യിലുണ്ടായിട്ടല്ല. എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറയുക, ഈശോയെ ഏറ്റവും പൊട്ടത്തി ഞാനാണെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം എന്നെ തൊട്ടത്. നമ്മുടെ അറിവുകളില്ല എന്ന് സമ്മതിക്കുന്നിടത്തു നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദൈവം. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ് എല്ലാവരോടും പറയാം. എനിക്ക് ബൈബിള് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് നോക്കി വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കർത്താവിനോട് 41 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് 10 കോട്ട് ചെയ്ത് പറയുമ്പോൾ ബാക്കി എന്താ ഈ വചനത്തിൽ ഇങ്ങനെ പോയി വരും. ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവ് 10 എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 41ാമത്തെ ദിവസം കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പതുക്കെ അങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ മുന്നിൽ നിന്ന് ഒരാൾ പറയുക, ഈ 10 വചനം മതിയോ?
അപ്പം ഞാൻ 10 വചനം പോരാ, പക്ഷേ 10എങ്കിലും. അപ്പോൾ നാക്കയിലേക്ക് ഒരു തണുപ്പ് വന്നിട്ട് സത്യമായിട്ട് ഞാൻ പറയുക, കർത്താവ് അന്നേരം പറഞ്ഞു, അന്നേരം പറയേണ്ടത് വായുടെ തുമ്പത്ത് തോന്നിക്കുന്ന ഒരു കർത്താവുണ്ട്. വേഗം ഓടണ്ട, തിടുക്കം കൂടണ്ട, പതുക്കെ നടന്നാൽ മതി. നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയച്ച് ആ കളം ശരിയാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇന്ന് ദൈവം അനുഗ്രഹിച്ച എല്ലാവരെയും കേൾക്കാനും അതുപോലെ രോഗികളെയൊക്കെ ഒന്നും ഇങ്ങനെ കൂടെ പോകാനായിട്ട് ചിലപ്പോൾ ലേഡീസ് ആയിരിക്കും, അവരുടെ കൂട്ടത്തിൽ ജെൻസിനെ അകത്ത് കയറ്റത്തില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, നിങ്ങൾ റെസ്റ്റ് ചെയ്തോ. ഞാൻ അവിടെ നിന്ന് അവരെ കുളിപ്പിച്ച് കൊന്തയൊക്കെ ചൊല്ലി അവരെ ഉറക്കിയ ശേഷം എനിക്ക് വരാൻ തമ്പുരാൻ കൃപ അനുവദിച്ചിട്ടുണ്ട്. ഒത്തിരി മരിക്കുന്നവരോട് ഞാൻ എപ്പോഴും ഓർക്കും, മദർ തെരേസ പറഞ്ഞ്, മരിക്കുന്നതിന് മുമ്പ് ഒരു ചിരി കൊടുക്കാൻ പറ്റുമോ? ഒരു പുഞ്ചിരി അവരുടെ ഇന്ന് വരും, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന്. അതുപോലെ ഇതാ എൻ്റെ കർത്താവിൻ്റെ ശരീരം എന്ന് പറഞ്ഞ മദർ തെരേസ ഓരോരുത്തരുടെ ടേബിളിൽ കൊണ്ട് കിടക്കുന്നു. ഇതൊക്കെ നമുക്കും അനുഭവം. മദർ തെരേസ പറയുന്നുണ്ട്, ഒരമ്മയാകണമെന്നില്ല, പ്രസവിക്കണമെന്നില്ല അമ്മയാകാൻ. അതാണ് ഞാൻ എടുത്തത്. 12 വയസ്സിന് മുകളിലുള്ള ആര് വന്നാലും ഈശോ എപ്പോഴും കാണിച്ചു തരും, ഇത് 12 വയസ്സുള്ള കാണാതെ പോയ ആ ശിശുവാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുവാന്ന് കൂട്ടിക്കൊണ്ടിരുന്നോളാൻ. അന്ന് തൊട്ട് പ്രായമായവരെയും ആണാണോ പെണ്ണാന്നൊക്കെ നോക്കാതെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ കുറേ സാധ്യതകൾ വന്നിട്ടുണ്ട്. കുളിപ്പിക്കാനും കിടത്താനും അതുപോലെ കാലൊക്കെ തിരുമ്മി കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു അച്ചായനെ കുളിപ്പിച്ചപ്പോൾ അച്ചായൻ പറയാം, 2 വർഷമായിട്ട് എൻ്റെ പുറത്ത് വെള്ളം വീഴുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഷവറിൽ നിൽക്കുന്നതാണ്, ബട്ട് അവിടെ വെള്ളം വീഴുന്നുണ്ടോ എന്ന് അറിയുന്നില്ല എന്ന്. തേച്ച് കുളിപ്പിച്ചപ്പോൾ കരയുവാണ്. 2 വർഷമായി മോളെ എൻ്റെ ദേഹത്ത് ശരിക്കും വെള്ളം വീണിട്ടുണ്ടെന്ന്. ഇതും മനുഷ്യർ തന്നെയാണ്. സ്ത്രീകൾ പിന്നെ പറയും എൻ്റെ കാല് വേദന എടുക്കുന്നത്, പുരുഷന്മാരൊരിക്കലും പറയില്ല. അപ്പം ഞാൻ ഈശോയോട് പറയും, കർത്താവ് ഇതുപോലത്തെ ഔസേപ്പിതാക്കളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. വയരെ മുറുക്കി എടുത്തിട്ട് ചോദിക്കാൻ പറ്റാത്തവരുണ്ട്, കണ്ടുപിടിച്ച് കൊടുക്കാൻ ഈശോയോട് പറഞ്ഞാൽ മതി, ഈശോ കാണിച്ചു തരും. ഒത്തിരി അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു വചനമെങ്കിലും ആരോടെങ്കിലും പറയാൻ പറ്റണമെന്ന് ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഇന്ന് ഇൻ്റർനെറ്റും കാര്യങ്ങളുള്ളവർക്ക് ഗ്രൂപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ പേരുടെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇന്ന് എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ മീഡിയ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു മിനിസ്ട്രി ഇട്ടിട്ടുണ്ട്. എന്നും എനിക്ക് ഈശോ രാവിലെ എന്താണ് തോന്നിച്ചു തരുന്നത്. ഇപ്പം അധികവും ഞാൻ ഈ കൃപാസനത്തിൽ കേട്ടപ്പോൾ തൊട്ട് ഞാൻ ഓർക്കുക, ദൈവമേ നമ്മളെ വലിച്ചടിപ്പിച്ച ഈശോ യോഹന്നാൻ്റെ കാലത്ത് മാനസാന്തരപ്പെടുവിൻ, നിങ്ങളെല്ലാം സുവിശേഷം അറിയിക്കുവിനും ഒപ്പം തന്നെ സമയമായി എന്ന് പറയുന്ന ആ ഇതിലെ കൂടി ഈ അച്ഛൻ ഒരുക്കുന്നത് പോലെ ഈ സിസ്റ്റേഴ്സൊക്കെ രാവിലെ വന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, കുപ്പിയിലെ വെള്ളം ഞാൻ എപ്പോഴും കാണുമ്പോൾ ഓർക്കും, വെള്ളവും കുടിച്ച് വീണ്ടും വന്ന് നമ്മളെന്താണോ പറയുന്നത് അത് കോട്ട് ചെയ്ത് എഴുതി ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഓർക്കുക. അവിടെ ഒരു സ്വർഗരാജ്യമുണ്ട്, കർത്താവ് തിരിച്ചു കാണിക്കും. എൻ്റെ സക്കേവൂസിൻ്റെ ഭവനം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു, ഇതാണ് എൻ്റെ ലോകമെന്ന്. കൃപാസനത്തെയും അതുപോലെ നല്ലതായിട്ട് നടക്കുന്ന ധ്യാന ഗ്രൂപ്പുകളിലും കർത്താവ് എന്തുമാത്രം സന്തോഷിക്കുന്നു. ഞാൻ ഓർക്കും, ഈശോയെ നമുക്ക് ഒരു വീട്ടിലെ കാര്യം നോക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ. 24 മണിക്കൂർ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് ഞാനവിടെ പറയും, കർത്താവ് നമ്മൾ കൊടുക്കേണ്ടത് പൈസ മാത്രമല്ല, അതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം നമ്മുടെ സമയം ഈശോയ്ക്ക് കൊടുക്കാൻ മേലേ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു കേൾവിക്കാരൻ ഇല്ലാതെ വിഷമിക്കുന്ന എത്ര അമ്മയും അച്ഛന്മാരും ഉണ്ട്. ഇതുപോലുള്ള സ്ഥലത്ത് ചെല്ലുമ്പം പറയും, എന്ത് സന്തോഷമായി മോളൊന്ന് തൊട്ടപ്പോഴെന്ന് വരെ കാത്തിരുന്നിട്ട് ആരെങ്കിലും കൊണ്ടു കൊടുത്ത് പൂത്ത കേക്ക് വരെ വെച്ചിട്ടുണ്ട് കൊച്ചു വരുമ്പോൾ തരാമെന്ന്. കരഞ്ഞു പോയിട്ടുണ്ട്, പൂത്തതാ കാണിക്കത്തില്ല, പിന്നെ കഴിച്ചോളാന്ന് പറയും. ആ സ്നേഹത്തിൻ്റെ ഇത് ഭൂമിയിലുണ്ട്. അള്ളിപ്പിടിച്ച് അവിടെയൊക്കെയോ ഇരിക്കുവാണെന്ന് മാത്രം. വലയിൽ കിടക്കുന്ന പോലെ പരൽമീനെല്ലാം പുറത്തുള്ളവർക്കുള്ളതാണ്. തേങ്ങ പെറുക്കി കഴിയുമ്പോൾ കർത്താവ് പറയുന്നില്ല, കുറച്ച് തേങ്ങ അവിടെ കിടക്കുന്ന പാവപ്പെട്ടവർക്കുള്ളതാണ്, കാല പെറുക്കുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളോട് കുറേ കാര്യങ്ങൾ കണ്ടു. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കുടംപുളി വേണമെങ്കിൽ 1 വർഷം കുറേ കായ്ക്കും, തേങ്ങ കുറേ കായ്ക്കും. ആർക്കും കൊടുത്തില്ലെങ്കിൽ ഈശോ പറയും, നിനക്ക് 24, 30 തന്നതിൽ ഈ പെറുക്കി എടുക്കുന്നത് 10 ആണെങ്കിലോ. അങ്ങനെ ഒന്ന് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പം എല്ലാം ദാനമാണ്, അടുത്ത ശ്വാസം പോലും ദാനമാണെന്ന് ഉറക്കെ ഒന്ന് മനസ്സിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആരും പാപം ചെയ്യത്തില്ല. മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രം എല്ലാവരും ഭയങ്കര പരിശുദ്ധരായിട്ട്, ഞാനും ഉൾപ്പെടെ, ഇനി പാപമൊന്നും ചെയ്യത്തില്ലെന്ന്. പക്ഷേ ഈശോ പറയുന്നത്, നിൻ്റെ കൺമുമ്പിൽ ഈ കണ്ടത് നാളെ നീയാണെന്ന് ഓർത്തുകൊണ്ട് അനേകരെ ഈശോയിലേക്ക് കഴിയുന്ന വിധത്തിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട്. അതുപോലെ പത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഒക്കെ പള്ളിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ
വേദനയോടെ കണ്ടിട്ടുണ്ട്. അതിൽ പൊടിയൊക്കെ പിടിച്ചിരിക്കും. ഞാൻ പറയും, എൻ്റെ ദൈവമേ, എൻ്റെ അമ്മയുടെ ദേഹത്താണല്ലോ ഈ പൊടിയെല്ലാം ഇരിക്കുന്നത്. കൊട്ടിക്കൊടഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അല്ലാതെ പറ്റാതെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുക, ഒരിക്കലും അങ്ങനെ കിടക്കുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ഇതാരാണ്? നമ്മുടെ കൊച്ചിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മളവിടെ ഇടുവോ? ഒരിക്കലുമില്ല. ഇപ്പം സർവ്വതും തന്ന് സർവ്വത്തിൻ്റെയും കഴിവുമായിട്ട് ഇന്നും നമുക്ക് വേണ്ടി മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ വചനം എഴുതിയ കടലാസിൽ ഒരു പൊടി പിടിച്ചും പള്ളിയുടെ വാതിക്കൽ എടുക്കുമ്പോൾ ഒന്ന് ചങ്ക് തകരണം. ശരിക്കും ഞാൻ പറയൂ, നമ്മൾ ഒന്ന് പൊട്ടണം. ആർക്ക് വേണ്ടിയാണ് ഈശോ ഇത് ചെയ്തത്? ആർക്ക് വേണ്ടിയാണ് അമ്മ ചെയ്തത്? എല്ലാ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഇതുപോലെയുള്ള പ്രേക്ഷിത പ്രവർത്തകർക്ക് വേണ്ടി ദിവസവും നമ്മൾ ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരു നന്മ എന്ന് പറയുമ്പോൾ ഒരു സ്വർഗ്ഗസ്നേഹിത, ഒരു പിതാവിനും പുത്രനും. കാരണം ഇവരുടെ നമുക്ക് വീട്ടിൽ ടി വി കാണാനുണ്ട്, മക്കളുണ്ട്, സന്തോഷം പങ്കിടാൻ ഫ്രണ്ട്സുണ്ട്. സത്യം ഞാൻ പറയാം, സിസ്റ്റേഴ്സിനും അച്ഛനും നിങ്ങളൊന്ന് ആലോചിച്ച്, 10 ദിവസം ഞാൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ കൗൺസിലിങ്ങിന് പോയി നിൽക്കുന്ന ആളാണ്. 10 ദിവസം നിന്ന് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. 15-ാം ദിവസം പോയാൽ മതി, അല്ലെ പോകാമല്ലോ എന്ന്. ഇവർക്കെന്തുണ്ട്? ദൈവത്തിന് വേണ്ടി തല തൊട്ട് കാല് വരെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മനുഷ്യരാണ്. അവരെ എന്തെങ്കിലും നമ്മൾ കഴിയുന്നത്രയും പറഞ്ഞ് അലക്കുന്ന സമയത്ത് കർത്താവ് ഈ തുണിവേദന ഈശോയ്ക്ക് കാഴ്ചവെച്ചിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ പറയണം, അനേക മക്കളെ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആരും ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി ഞങ്ങളുടെ സഹനങ്ങളും സന്തോഷങ്ങളും ഇന്ന് കിട്ടിയ ചുവന്ന റോസാപ്പൂവൊക്കെ വെള്ള പൂക്കളായിട്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ പ്രയത്നത്തിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ പറയുവാണെങ്കിൽ എനിക്ക് സത്യം തന്നെ മാറ്റം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ 5:30 എണീറ്റ് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞില്ല, ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഓടി പള്ളിയിൽ പോകും. അവിടെ ഇരുന്ന് ഒരു പള്ളിക്ക് അകത്തുകൂടിയാണ്, സത്യം പറയുകയാണെ, പള്ളിക്ക് അകത്തൂടെ ഒരു ചുറ്റിലും നടന്ന ഒരു കൊന്തയും ഒരു കരുണക്കൊന്തയും മാക്സിമം ചെല്ലാൻ ശ്രമിക്കും. ചിലപ്പോൾ പിള്ളേർ ധൃതി വെച്ചെങ്കിൽ മാത്രം അത് ചെയ്യാതെ പോകത്തുള്ളൂ. ഈശോയുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് തലയങ്ങ് ചേർത്ത് വെച്ചിട്ട് പറയും, കർത്താവേ, നാളെയും ഇതുപോലെ വന്ന് വണങ്ങാനുള്ള കൃപയെ അവിടുന്ന് തരണമേ. അതുപോലെ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ള അത് ദൈവം എനിക്ക് ഇപ്പോൾ വരെയും മുടക്കാൻ ദൈവം വന്നിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ ജപമാല ചൊല്ലുന്നത് കഴിവതും എത്ര ചെല്ലുന്നു എന്ന് നമ്മൾ എൻ്റെ സിസ്റ്റർ ഇവിടെ വരുന്ന വിജയകുമാർ സാറോ എന്താ ആ സാർ ഒരു പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് നിങ്ങൾ കൊന്ത ചൊല്ലി കൈ ഒന്ന് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാല ഒന്ന് താഴെ പോയി കഴിഞ്ഞാൽ തിരിച്ചെടുത്തിട്ട് ഞാൻ ഏതാ ചൊല്ലിയത് എവിടെ നിന്നെന്ന് ആർക്കെങ്കിലും ചൊല്ലാൻ പറ്റിയിട്ടുണ്ടെന്ന് ശരിക്കും നെഞ്ചി തറച്ചൊരു വചനം. നിങ്ങളും ശ്രദ്ധിച്ചേ, നമ്മുടെ കൊന്ത ഉറങ്ങിയ വേണ്ട, ചിലപ്പോൾ താഴോട്ടൊന്ന് വെച്ചിട്ട് നമ്മളെവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാൽ ഞാൻ ഏതിൽ എത്രാമത്തെ നന്മഞ്ഞോറിമേലാണ് നിർത്തിയെന്ന് നിനക്കൊന്ന് തിരിച്ചറിയാമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ശക്തമാണെന്ന്. 5 നിർത്തിയത് 6 എന്ന് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് പോകുകയൊക്കെ ചെയ്യുമ്പോൾ ഏതിലാണ് നിർത്തിയെന്ന് അറിയാമെങ്കിൽ, അതുപോലെ കുർബാന കാണുമ്പോൾ കണ്ണിൽ നിന്ന് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരണം. പരിശുദ്ധ അമ്മ മുട്ടുകുത്തി നിൽക്കുവാണ് തൻ്റെ തിരുക്കുമാരനെ പിച്ചി ചീന്തുന്നത് കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് പറയുവാണ്, അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൃപാസന ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ അമ്മ ഇവിടെ നിന്നോട് പറയുവാണ്, എന്നെക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് അമ്മയ്ക്ക് എന്തുമാത്രം ചെയ്യാനുണ്ടെന്ന്. എല്ലാവരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എത്രയും വേഗം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കൃപ യാചിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം, എനിക്ക് കഴിവില്ല ദൈവമേ, കഴിവില്ല. അച്ഛൻ പറയുന്ന പോലെ നിൻ്റെ കഴിവിൽ ആശ്രയിച്ച് എൻ്റെ കഴിവ് താഴെ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് എളിമയുള്ള ഹൃദയം തന്ന് അനുഗ്രഹിക്കണേ. ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തകർക്കും അച്ഛനും 1000 നന്ദി. കർത്താവിൻ്റെ മുന്നിൽ കരകെട്ടിക്കൊണ്ട് കർത്താവെ വരെ 10,000 മടങ്ങ് ഉയർത്തണമേ എന്ന് ഒരു സെയിൻ്റായിട്ട് ഇത് മാറ്റി ഒരു സാൻ കൃപാസനമായിട്ട് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന.